ഉൽപാദനത്തിലും വിതരണത്തിലൊക്കെ നമസ്കാരം, ഞാൻ ബിജു അർജുൻ. നമ്മുടെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണിത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പലതരം മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളാണ്. അപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെ, അത് നമ്മുടെ വീടുകളിൽ എങ്ങനെ എത്തിച്ചേരുന്നു, നമുക്ക് എങ്ങനെ ലഭിക്കുന്നു, എങ്ങനെ പ്രായോഗികമാകുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിലും വിതരണത്തിലൊക്കെ അതിൻ്റെ ഉപയോഗത്തിലൊക്കെ അതിനെ നമ്മൾ 3 സ്റ്റേജായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജനറേഷൻ എന്ന് പറയും, ജനറേറ്റീവ് സിസ്റ്റം. രണ്ടാമത്തത് ട്രാൻസ്മിഷനാണ്. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷനാണ്. ഒന്നാമത്തത് ഉൽപ്പാദനം, പ്രസരണം, വിതരണം. അങ്ങനെ 3 സ്റ്റേജായിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാം ജനറേഷൻ. ജനറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സ് ആവട്ടെ, അവിടെ ടർബൈൻ കറക്കി ആൾട്ടർനേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ, അതല്ലേ നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ആ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അല്ലേ. വിൻഡാവാം, അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികളാവാം, മറ്റ് ഏത് സോഴ്സും ആവാം. അപ്പോൾ നമ്മുടെ ജനറേറ്റർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 11 kV മുതൽ 33 kV ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 11 kV മുതൽ 33 kV വരെയാണ്. 50 Hz ആണ് അതിൻ്റെ ഫ്രീക്വൻസി. 3 phase സപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ ജനറേഷൻ ജനറേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 11 kV മുതൽ 33 kV വരെയാണ്. 50 Hz ആണ് അതിൻ്റെ ഫ്രീക്വൻസി. AC സപ്ലൈ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ജനറേഷൻ ലഭിക്കുന്ന 11 kV മുതൽ 33 kV വരെയുള്ള സപ്ലൈ നമുക്ക് അവിടെ നിന്നും ഒരു പവർ ട്രാൻസ്ഫോമറിലേക്ക് അയക്കുന്നു. പവർ ട്രാൻസ്ഫോമർ. ഈ പവർ ട്രാൻസ്ഫോമറിൽ ഈ 11 kV മുതൽ 33 kV വരെയുള്ള വോൾട്ടേജിനെ 110 അല്ലെങ്കിൽ 220 kV ഒക്കെ ആയിട്ട് അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. പവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ സിസ്റ്റമായ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കൈമാറും. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, അതിനെ പ്രസരണ സിസ്റ്റം, അതായത് നമ്മുടെ നാടിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ ലൈനുകൾ വഴിയാണത് പ്രസരണം നടത്തുന്നത്. വലിയ വലിയ ടവറുകൾ വഴി 110 kV ആയിട്ടോ 220 kV ഒക്കെ ആയിട്ട് ഉയർത്തിയ വോൾട്ടേജിനെ അത് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് അയക്കും അല്ലേ. ഈ ട്രാൻസ്മിഷൻ ലൈനുകൾ വഴി നേരെ സബ്സ്റ്റേഷനുകളിലെത്തുന്നു. സബ്സ്റ്റേഷനുകളിലെത്തുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ ഈ വരുന്ന 110 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് അങ്ങനെ വരുന്ന സപ്ലൈ 220 kV 110 kV 440 kV അങ്ങനെയുള്ള സപ്ലൈകളെ അവിടെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അവിടെ കുറച്ച് ട്രാൻസ്ഫോമറുകൾ ഉണ്ടാവും. മറ്റ് ചെറിയ സബ്സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിധിയിൽ മറ്റ് ചെറിയ സബ്സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 110 kV അല്ലെങ്കിൽ 220 kV ഒക്കെ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 66 kV 33 kV ഒക്കെ ആയിട്ട് ചെറിയ ലൈനുകളാക്കിയിട്ട് അതിനെ ആ ചെറിയ സബ്സ്റ്റേഷനിലേക്ക് അയക്കും. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഈ 220 kV അല്ലെങ്കിൽ 110 kV ഒക്കെ വരുന്ന ലൈനിനെ അല്ലെങ്കിൽ 66 kV 33 kV ഏത് ലൈനാണോ ആ സബ്സ്റ്റേഷനിൽ വരുന്നത് അതിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നേരെ നമ്മുടെ 11 kV ലൈനാകും. 11 kV ആകും. 11 kV സപ്ലൈ ആകും. 11 kV സപ്ലൈ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? 11 kV സപ്ലൈ ആകും. ഈ 11 kV സപ്ലൈ അവിടെ വെച്ചിട്ട് പല പല ഫീഡറുകളായിട്ട് തിരിക്കും. ഫീഡറുകൾ എന്ന് വെച്ചാൽ എന്തറിയാമോ, 11 kV സപ്ലൈ നമ്മൾ ഓരോ സ്വിച്ച് കൺട്രോൾ ഉപയോഗിച്ച് പല പല സെക്ഷനുകളായിട്ട് തിരിക്കും, ഓരോരോ ഏരിയകളായിട്ട് തിരിക്കുന്നതിനാണ് ഫീഡറുകൾ എന്ന് പറയുന്നത്. ആ ഫീഡറുകൾ വഴി 11 kV സപ്ലൈ നമ്മുടെ അടുത്ത സിസ്റ്റത്തിലെത്തും, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെത്തും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 11 kV ബാർ 440 വോൾട്ട് 3 phase 50 Hz. അതിൻ്റെ റേറ്റിംഗ് ആണ് 100 kVA എന്നാണ്. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എപ്പോഴും KVAയിലാണ് പറയുന്നത്.
അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഈ വരുന്ന ഇപ്പോൾ നമ്മൾ ചോദിക്കും 11 kV ബാർ 440 വോൾട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന വോൾട്ടേജ് 3 ഫേസ് വോൾട്ടേജ് 415 വോൾട്ടും ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എപ്പോഴും പറയുന്നത് 440 വോൾട്ടും ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ ഈ 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അതിനെ 3 ഫേസ് ലൈനാക്കി മാറ്റുന്നു. 3 ഫേസ് 3 ഫേസും ഒരു ന്യൂട്രലുള്ള ലൈനാക്കി മാറ്റുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് 3 ഫേസും ഒരു ന്യൂട്രലാവുന്നതെന്നല്ല, 11 kV ലൈൻ വന്നിട്ട് 11 kV ലൈൻ എന്ന് പറഞ്ഞാൽ 3 ഫേസ് മാത്രമാണ് വരുന്നത്. അതിനെ എങ്ങനെയാണ് 3 ഫേസും ഒരു ന്യൂട്രലാവുന്നതെന്നുള്ളത് സിമ്പിളായിട്ട് പറയാം. നമുക്ക് ട്രാൻസ്ഫോമറിൽ അല്ലെങ്കിൽ പൊതുവെ വൈൻഡിങ്ങിൽ നമുക്ക് ട്രാൻസ്ഫോമർ വൈൻഡിങ് അതിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ സപ്ലൈ വരുന്ന ഭാഗം, ഉള്ളിലേക്ക് എടുക്കുന്ന ഭാഗം, അതിനെയാണ് പ്രൈമറി എന്ന് പറയുന്നത്. പ്രൈമറി വൈൻഡിങ് ഡെൽറ്റ കണക്ഷനും സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കുറച്ച് പുറത്തേക്ക് തരുന്ന, നമ്മുടെ ആവശ്യത്തിന് തരുന്ന വൈൻഡിങ് സ്റ്റാർ കണക്ഷനുമായിരിക്കും. അത് നമുക്ക് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷനെ പറ്റിയും കൂടെ പഠിക്കാം കേട്ടോ. സ്റ്റാറും ഡെൽറ്റ കണക്ഷനും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത് 3 വൈൻഡിങ്ങുകളെ, ഇപ്പോൾ A1 A1 B1 C1 അങ്ങനെ ഒരു 3 വൈൻഡിങ്ങുകൾ വരുവാണെങ്കിൽ ഈ 3 വൈൻഡിങ്ങിൻ്റെയും കറക്റ്റായിട്ട് ഞാനത് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളുടെ ഡെൽറ്റ കണക്ഷൻ ആണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. അടുത്തത് സെക്കൻഡറി എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ ആണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ 3 വൈൻഡിങ്ങിൻ്റെയും സ്റ്റാർ കണക്ഷനിൽ ഈ 3 വൈൻഡിങ്ങിൻ്റെയും ഓരോ ലീഡുകൾ, ഒരു വൈൻഡിങ്ങിന് 2 ലീഡ് ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ ലീഡും ജോയിൻ ചെയ്ത് അതിനെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ഈ ന്യൂട്രലിനെ ഭൂമിയായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ഗ്രൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക, ഗ്രൗണ്ടിങ് കേട്ടോ. നമ്മൾ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ, അതായത് ഒരു ഉപകരണത്തിൻ്റെ ബോഡിയെ നമ്മൾ ഭൂമിയായിട്ട് ബന്ധിപ്പിക്കുന്നതിന് എർത്തിങ് എന്ന് പറയും. ഓക്കെ, ന്യൂട്രലിനെ ഭൂമിയായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഗ്രൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് ഗ്രൗണ്ടിങ് എന്നും എന്താണ് എർത്തിങ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 3 ഫേസ് 4 വയർ സിസ്റ്റം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റാർ കണക്ഷനാണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡറിയിൽ സ്റ്റാർ കണക്ഷനാണ്. ഈ 3 വൈൻഡിങ്ങിൻ്റെയും ഓരോ ലീഡുകൾ ജോയിൻ ചെയ്ത് ന്യൂട്രലാക്കി എടുക്കുന്നു. അതിനെ ഭൂമിയായിട്ട് ഗ്രൗണ്ടിങ് ചെയ്ത് നമ്മൾ ന്യൂട്രലായിട്ട് ഉപയോഗിക്കുന്നു. മറ്റ് 3 ഫേസുകൾ അതുപോലെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് എന്നിട്ട് അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ വഴി നമുക്ക് വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ, ഇൻഡസ്ട്രികളിലേക്കൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു. മറ്റത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ലൈൻ വരുന്നു. അപ്പോൾ സിംഗിൾ ഫേസ് ലൈനിൽ ഫേസും ന്യൂട്രലും തമ്മിൽ 230 വോൾട്ടും 3 ഫേസിൽ 2 ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജ് 415 വോൾട്ടുമാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം. സിംഗിൾ ഫേസിൽ ഫേസും ന്യൂട്രലും തമ്മിൽ 230 വോൾട്ടും 3 ഫേസിൽ 2 ഫേസുകൾ തമ്മിൽ 415 വോൾട്ടും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പോകണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ കുറിച്ച് വെക്കുന്നത്, നിങ്ങളത് എന്നേക്കുമാണ് അത് കുറിച്ച് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന എത്ര ആളുണ്ടോ അന്ന് എല്ലാം നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളല്ലാതെ ഒരു പേപ്പറിനകത്ത് കുറിച്ച് എടുത്ത് കളയരുത്. അത് നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, കഴിയും. എങ്കിലും ഇത് നിങ്ങളുടെ ആദ്യത്തെ ഒരു അവസരമായിട്ട് കണക്കിലാക്കിക്കൊണ്ട് നിങ്ങൾ നന്നായിട്ട് നോട്ടുകളൊക്കെ തയ്യാറാക്കി പോവുക. പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന സ്ലൈഡുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നതിനോ അല്ലാതെ സേവ് ചെയ്യുന്നതിനോ ഒക്കെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് അതുകൂടെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. ഈ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ സിംഗിൾ ഫേസിൽ നമ്മൾ 230 വോൾട്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഫേസ് വോൾട്ടേജ് ആണ്. അപ്പം ചോദിക്കാം എന്താണ് ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്? നമ്മൾ രണ്ടും പറയത്തില്ല, ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് എന്ന് പറയത്തെ. നമ്മൾ പൊതുവെ വോൾട്ടേജ് എന്നങ്ങ് പറയത്തേ ഉള്ളൂ. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജിനാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സിംഗിൾ ഫേസിൽ പറയുന്നത് ഫേസ് വോൾട്ടേജ് കേട്ടോ.
ഫേസ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. അപ്പോൾ ലൈൻ വോൾട്ടേജോ, 2 ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജ് കേട്ടോ. 2 ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെയാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് 415 വോൾട്ടാണ്. ഓക്കെ, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടും ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ടുമാണ്. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുമ്പോൾ 11 kV ബാർ 440 വോൾട്ടാണ് പറയുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുന്നത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ലഭിക്കുന്നത് 230 വോൾട്ടുമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാറിപ്പോകരുത്. പിന്നെ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് അതറിയായിരിക്കുമല്ലോ അല്ലേ. ഒരു ന്യൂട്രലും ഫേസും തമ്മിലുള്ള കറണ്ട്, അതിനെ ഫേസ് കറണ്ട് എന്ന് പറയും. മറ്റേതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് പോലെ തന്നെ. അപ്പോൾ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ഫേസുകൾ തമ്മിലുള്ള കറണ്ട്, അതാണ് ലൈൻ കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ പഠിക്കാൻ നേരത്തെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഓർക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം, അതിൻ്റെ പ്രസരണം, അതായത് 1 ജനറേഷൻ, 2 ട്രാൻസ്മിഷൻ, 3 ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. ഈ 3 ശൃംഖല നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ കണ്ട എന്താ, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്രയാണെന്നുള്ളത് സിമ്പിളായിട്ട് അങ്ങ് ഓർക്കുക. 11 kV മുതൽ 33 kV വരെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 50 ഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, സിമ്പിൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ 11 kV മുതൽ 33 kV വരെയുള്ള വൈദ്യുതിയെ എന്ത് ചെയ്യുന്ന സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലേ. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക 110 തൊട്ട് 220 kV വരെ ആക്കുന്നു. സിമ്പിളായിട്ട് അങ്ങ് ഓർക്കുക. നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. നമ്മൾ ഒരുപാട് ഹാർഡായിട്ടൊന്നും പഠിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ പഠിച്ചിരുന്ന എന്നും അത് മനസ്സിൽ തന്നെ ഉണ്ടാകും കേട്ടോ. പിന്നെ അത് ട്രാൻസ്മിഷൻ ലൈനുകൾ വഴി, ട്രാൻസ്മിഷൻ ടവറുകൾ വഴി അതിൻ്റെ വോൾട്ടേജ് കൂട്ടി കൊണ്ടുവരും. ഈ വോൾട്ടേജ് കൂട്ടുന്നത് എന്തിനാണെന്നറിയാമോ? വോൾട്ടേജ് കൂട്ടുന്നത് അതിൻ്റെ പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെ കൊണ്ടുപോകുമ്പോൾ ചെറിയ വോൾട്ടേജൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അറ്റം വരുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെ എന്ത് ചെയ്യും, സബ്സ്റ്റേഷനുകൾ വരും അല്ലേ. സബ്സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അത് വെച്ചിട്ട് 110 kV 220 kV എന്നൊക്കെ ഉള്ളത് മറ്റൊരു ചെറിയ സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് 66 kV ആയിട്ട് 33 kV ആയിട്ടൊക്കെ അവിടത്തേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ട്രാൻസ്ഫോമർ വഴി അയക്കും. പിന്നെ മറ്റൊരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഇതേ വൈദ്യുതിയെ തന്നെ 220 kV 110 ഒക്കെ വരുന്നതിനെ 11 kV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുപോകും അല്ലേ. 11 kV വഴി കൊണ്ടുപോകും. ഈ 11 kV നമുക്ക് ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടുന്ന 11 kVയെ പല ഫീഡറുകളായിട്ട് തിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു സർക്യൂട്ടല്ലേ നമുക്ക്, ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു സർക്യൂട്ടാണ് പുറത്തേക്ക് കിട്ടുന്നത്. അതിനെ പല കൺട്രോളിങ് സ്വിച്ച് വെച്ചിട്ട് പല പല ഫീഡറുകളായിട്ട് പല പല ഡിവിഷൻ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് വയറിങ് ചെയ്യുമ്പോൾ ഒരു DB ഉപയോഗിക്കത്തില്ലേ. ഒരു മെയിൻ സപ്ലൈ വന്നിട്ട് അതിനെ ഒരു മെയിൻ കൺട്രോൾ വെച്ച് അതിനെ വീണ്ടും നമ്മൾ സബ് സർക്യൂട്ടുകളായിട്ട് തിരിക്കുന്നില്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ 220 kV 110 kV വരുന്നതിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 11 kV ആക്കി അതിനെ അവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. പല പല ഫീഡറുകൾ എന്നാണ് പറയുന്നത്. ഓരോരോ ഏരിയയിലേക്ക് 11 kV കൊടുത്തു വരുന്ന ഫീഡർ എന്നാണ് പറയുന്നത്. ആ ഫീഡറുകൾ വഴി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എത്തിച്ചേരും. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വീണ്ടും അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 415 വോൾട്ട് 230 വോൾട്ട് സിംഗിൾ ഫേസ് 3 ഫേസ് അങ്ങനെ സപ്ലൈ ആക്കിയിട്ട് നമുക്ക് വീടുകളിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. സിമ്പിളായിട്ട് മാത്രം പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇതൊരു ബേസിക് ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുമ്പോൾ മറ്റു കാര്യങ്ങളിലൂടെ മനസ്സിലായി വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിരുത്തി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ ബിജു അർജുൻ. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന മിക്ക ആളുകളിലും ഉള്ള ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമാണ്, നമ്മളെപ്പോഴും പഠിപ്പിച്ച് പോകുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ലോഡുകളെ പറ്റിയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഡൊമസ്റ്റിക്, നമ്മുടെ ഹൗസ് വയറിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റലേഷനെ കുറിച്ച് നമ്മൾ ഇതിലൊന്നും പറയുന്നില്ല ഒരിത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോകുന്ന ക്ലാസ്സുകളിൽ ഇങ്ങനെ ആ ക്ലാസ്സുകളുടെ ഇടയ്ക്കൂടെ തന്നെ നമുക്ക് ചെറിയ തോതിൽ ഈ ഡൊമസ്റ്റിക് വയറിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് പ്രതിപാദിച്ചുകൊണ്ട് പോവാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ക്ലാസ് മുന്നിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ഫസ്റ്റ് ബാച്ചുകാരുണ്ട്, സെക്കൻഡ് ബാച്ചുണ്ട്, എല്ലാവർക്കും ഇത് കോമൺ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും ബാച്ചുകാർക്ക് മനസ്സിലാവാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കുന്ന ഭാഗങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമെന്ന് തോന്നുന്നത് കുറിച്ച് വെച്ച് പോവുക. ഓക്കെ. അപ്പോൾ ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ, അതിൽ നമുക്ക് ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞെങ്കിലും നമുക്കതിലൊരു ഡൊമസ്റ്റിക് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസ് വരുന്നത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് വയറിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡൊമസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു താരിഫ് അനുസരിച്ച് നോക്കുമ്പോൾ അപ്പോൾ LT1 ഉണ്ട്, LT2, LT3, LT4 ഒക്കെ വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ വരും. പിന്നെ LT5, LT6 അങ്ങനെ താരിഫുകൾ ഒരുപാടുണ്ടല്ലോ. അതിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഒഴിച്ച് ഉള്ള വയറിങ്ങുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നതും ഡൊമസ്റ്റിക്കും അങ്ങനെയുള്ള മറ്റു വയറിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. നമ്മൾ നോർമലി അതെല്ലാം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും കുറേയൊക്കെ നമുക്ക് അറിയാം, കുറേയൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം സേഫ്റ്റിയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നതിനും സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ചെയ്യുന്നവരും അത് ആരാണോ നമ്മളെ ഏൽപ്പിക്കുന്നത്, ഇലക്ട്രിക്കൽ നമ്മളെ ഏൽപ്പിക്കുന്നവർക്കും സേഫ്റ്റി നമ്മൾ ഫസ്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ നമ്മളും സേഫ്റ്റിയോട് കൂടി വേണം വർക്കുകൾ ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പോൾ നടന്ന ഒരുപാട് അപകടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ തിരുവനന്തപുരത്തൊരു സ്ത്രീ ഷോക്കേറ്റ് മരിച്ചു. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, വീട്ടുകാരെ ഒന്നും കുറ്റം പറയില്ല. നമ്മുടെ ഇലക്ട്രിക്കൽ ചെയ്തവരുടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു അശ്രദ്ധയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരിക്കലും ഒരു ലൈവ് വയർ അങ്ങനെ കിടക്കാൻ പാടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളിനി ആരെയൊക്കെ കുറ്റം പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവാൻ ഉള്ള അവസരം ഇലക്ട്രീഷ്യന്മാർ ഉണ്ടാക്കരുത്. അതിനെയാണ് സേഫ്റ്റി ഫസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന വയറിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പോൾ പൊതുവേ കേരളത്തിൽ പൊതുവേ ഇങ്ങനെ തന്നെ ആയിരിക്കും, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ചെറിയ തോതിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഓരോ ഇലക്ട്രിക്കൽ സെക്ഷനിലെ അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചിട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാം. ഇതിൽ നമുക്ക് ആദ്യം ഒരു ഹൗസ് വയറിങ്ങോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ താരിഫ് ഇൻഡസ്ട്രിയൽ ഒഴിച്ചുള്ള മറ്റ് താരിഫുകളിൽ വരുന്ന വയറിങ്ങുകൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്, ഞാനിപ്പോൾ ഒരു 3 ഫേസിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വയറിങ്ങിൻ്റെ ഒരു മോഡലാണ്, ഒരു ഡയഗ്രാം പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് 3 ഫേസ് കാണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സിംഗിൾ ഫേസ് കാണിച്ച 3 ഫേസിന് ഇതുപോലെ ആണോ എന്ന് ചിലർക്കൊരു നമ്മുടെ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് വരുന്നവർക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ തുടക്കക്കാർക്കൊക്കെ സംശയങ്ങൾ വരാം. അതുകൊണ്ട് 3 ഫേസ് തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ സിംഗിൾ ഫേസ് ഇതുപോലെ തന്നെയാണ്, ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് ഞാനിതിനെ സൂചിപ്പിച്ച് പോകുന്നത്. ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 3 ഫേസ് എനർജി മീറ്റർ നമുക്ക് സപ്ലൈ കിട്ടുന്നത് എങ്ങനെയാണ്, KSEB എന്നിട്ട് 3 ഫേസ് എനർജി മീറ്റർ വയ്ക്കുന്നു. എന്നിട്ട് 3 ഫേസ് 4 വയർ 415 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. KSEB നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അത് അവർ കട്ടൗട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. കട്ടൗട്ടർ 3 ഫ്യൂസ് ഉണ്ടായിരിക്കും. നമ്മുടെ റേറ്റിങ്ങിനനുസരിച്ചിട്ട്, നമ്മുടെ ലോഡിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചിട്ട് കട്ടൗട്ടർ ഉണ്ടാവും. അതുപോലെ ഒരു ന്യൂട്രൽ ലിങ്കും ഉണ്ടാവും അല്ലേ. ഇത്രയുമാണ് KSEBയുടെ ഭാഗത്ത് അല്ലെങ്കിൽ KSEBയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഭാഗം. ഓക്കെ. സപ്ലൈ തരുന്നു, മീറ്ററിൽ തരുന്നു, മീറ്ററിൽ നിന്നും കട്ടൗട്ടറിലും ന്യൂട്രൽ ലിങ്കിൽ ന്യൂട്രലും വരുന്നു, 3 ഫേസും വരുന്നു. ഇതിപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ആയിരിക്കാം, 230 വോൾട്ട് AC സപ്ലൈ ആയിരിക്കാം, 2 വയർ ആയിരിക്കാം, സർവീസ് വയർ 2 കണ്ടക്ടർ വരുന്ന സർവീസ് വയർ ആയിരിക്കാം. അതിൽ ഒരു കട്ടൗട്ടർ ഫ്യൂസും ഉണ്ടാവും, ഒരു ന്യൂട്രൽ ലിങ്കും ഉണ്ടാവും അല്ലേ. ഇത്രയുമാണ് KSEBയുടെ ഭാഗത്തു നിന്നും നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താണ്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നേരെ മെയിൻ സ്വിച്ചിലേക്ക് പോവുകയാണ് അല്ലേ. അതിൽ നിന്ന് നേരെ മെയിൻ സ്വിച്ചിൽ. അപ്പോൾ 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ 3 ഫേസിൻ്റെ മെയിൻ സ്വിച്ച് കൊടുക്കുന്നു, സിംഗിൾ ഫേസ് സപ്ലൈ ആണെങ്കിൽ സിംഗിൾ ഫേസ് മെയിൻ സ്വിച്ച് കൊടുക്കുന്നു. ഓക്കെ. അതിൽ നിന്ന് നമ്മൾ എർത്തിങ് ചെയ്യുന്നു അല്ലേ. 3 ഫേസ് ആണെങ്കിൽ നമ്മൾ 2 എർത്തിങ് കൊടുക്കുന്നു അല്ലേ. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. 2 എർത്തിങ് ചെയ്യുന്നു, ആ 2 എർത്തിനെ പാരൽ ചെയ്യുന്നു. അതിൽ നിന്നും ഒരു എർത്ത് നമ്മൾ DBയിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. മെയിൻ സ്വിച്ചുമായിട്ട് മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിൽ കണക്ട് ചെയ്യുന്നു. ആ മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന എർത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, DBയിലേക്ക് കൊണ്ടുപോകുന്നു.
സിംഗിൾ ഫേസിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ചില സെക്ഷനുകളിൽ സിംഗിൾ ഫേസിന് 2 എർത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചില സെക്ഷനുകളിൽ ഇലക്ട്രിക്കൽ സെക്ഷനുകളിൽ 1 എർത്ത് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ രീതി. ഈ മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മൾ വീണ്ടും എങ്ങോട്ട് കൊണ്ടുപോകും? മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ ഡി വിയിലേക്ക് കൊണ്ടുപോകും അല്ലേ. ഡി വിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നമ്മളൊരു ചിലപ്പോൾ ഒരു ഐസൊലേറ്റർ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാറില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു RCCB കൊടുക്കുന്നു. RCCB കഴിഞ്ഞിട്ട് MCBകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഫേസ് സെലക്ടർ വഴി നമ്മൾ MCBകളിലേക്ക് കൊടുക്കുന്നു. RYB എന്ന് 3 ലൈനായിട്ട് MCB ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ മെയിൻ സപ്ലൈയുടെ മെയിൻ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ നമ്മൾ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇത്രയും നാൾ പഠിച്ച നമുക്കിപ്പോൾ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചുകാർക്കൊക്കെ അത് മനസ്സിലാവും. തേർഡ് ബാച്ച് അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചുകാർക്ക് നിങ്ങൾക്കത് വഴിയെ മനസ്സിലാവും. നിങ്ങളതിന് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മറ്റ് ലോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പോൾ AC ആണെങ്കിൽ നമ്മൾ ഓരോന്നിനും ഓരോ MCB വെച്ച് കൊടുക്കും അല്ലെ. ഓരോ ലോഡിന് ലൈറ്റിന് പവർ പ്ലഗ് AC അങ്ങനെ ഓരോന്നിനും വെച്ച് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഹൗസ് വയറിങ്ങോ അങ്ങനെയുള്ള ഒരു വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ലോഡ് 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ അതിലെ ലോഡ് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് 3 ഫേസിലും വരത്തക്ക രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യണം. അത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാരുടെ ഒരു കഴിവാണ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മളാണ് ആ ലോഡുകൾ തീരുമാനിക്കേണ്ടത്. 3 ഫേസിലും ഒരേപോലെ ലോഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ലോഡുകളുടെയും കറണ്ട് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഓരോ ലോഡുകൾ ഇപ്പോൾ ഒരു AC ആണ് അല്ലെങ്കിൽ ഒരു ഹീറ്ററാണ്, അങ്ങനെയുള്ള ഏത് ലോഡ് ഉപയോഗിച്ചാലും നമ്മൾ ഓരോ MCB വഴി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ എത്രയാണ്, അതിൻ്റെ കറണ്ട് എത്രയാണെന്ന് നമ്മൾ കണക്കാക്കി അതിന് ആനുപാതികമായിട്ടുള്ള കേബിൾ എന്ന് നമുക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതിന് ആനുപാതികമായിട്ടുള്ള കോപ്പർ വയർ നമ്മൾ സെലക്ഷൻ ചാർട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വയറിൻ്റെ പുറത്ത് അതിൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും അല്ലേ. ഓരോ കമ്പനിയുടെ വയറിൻ്റെ ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. 1 mm² ഇത്ര ആംപിയർ കറണ്ട് എടുക്കും, 1.5 ഇത്ര ആംപിയർ എന്നുള്ള റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ റേറ്റിംഗ് അനുസരിച്ച് നമുക്ക് ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ അല്ലെങ്കിൽ മോട്ടോർ ഉൾപ്പെടുന്ന വൈൻഡിങ്ങുകളൊക്കെ വരുന്ന ലോഡുകളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു 1.5 ടൈംസും കൂടെ അതിൻ്റെ ഫുൾ ലോഡ് കറണ്ടിൻ്റെ ഒരു 1.5 ടൈംസും കൂടെ കണക്കാക്കി വേണം, അല്ലെങ്കിൽ 1.5 ഇരട്ടിയും കൂടെ കണക്കാക്കി വേണം നമ്മൾ ആംപിയർ കണക്കാക്കി വേണം ആ വയർ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ACക്കാണെങ്കിൽ ACയുടെ ഫുൾ ലോഡ് കറണ്ട് എത്രയാണെന്ന് കണക്കാക്കുക, അതിൻ്റെ 1.5 ഇരട്ടിയും കൂടെ കണക്കാക്കുക, അതിൻ്റെ അതെത്ര ആംപിയർ കറണ്ടാണോ അതിനനുസരിച്ചുള്ള വയറുകൾ ഇടുക. അല്ലാതെ നമ്മളെപ്പോഴും ഗ്രൂപ്പിലൊക്കെ കാണുന്ന ഒരു ചോദ്യമാണ്, 1 ടൺ ACക്ക് എത്രൻ്റെ വയർ കൊടുക്കണം, 2 ടൺ ACക്ക് അല്ലെങ്കിൽ 1.5 ടൺ ACക്ക് എത്രൻ്റെ വയർ കൊടുക്കണം. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ AC ആണോ അതാണോ ഇതാണോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ടെന്ന് കണക്കാക്കേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ലോഡ് എത്രയാണോ, അതിൻ്റെ കറണ്ട് എത്രയാണോ, അത് ഏത് തരം ലോഡാണോ, ഇൻഡക്റ്റീവ് ലോഡാണോ റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ ആ ഉള്ള ആംപിയർ തന്നെ അതിനനുപാതികമായിട്ട്. ഇപ്പോൾ ഒരു 10 ആംപിയറിൻ്റെ ലോഡാണെങ്കിൽ 10 ആംപിയറിന് മുകളിൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വയറിട്ട് കൊടുക്കുക. ഓക്കെ, അതൊരു മോട്ടോർ പോലുള്ള ഒരു വൈൻഡിങ് വരുന്ന ഒരു ലോഡാണെങ്കിൽ അതിന് ഒരു 1.5 ഇരട്ടി ഇട്ട് കൊടുക്കുക. അതിനൊരു സ്റ്റാർട്ടിങ് കറണ്ട് 1.5 ഇരട്ടി ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു 1.5 ഇരട്ടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഹൗസ് വയറിങ്ങിലായാലും മറ്റ് ഇൻഡസ്ട്രിയൽ അല്ലാത്ത മേഖലയിൽ നമ്മൾ ലോഡിന് ആനുപാതികമായിട്ട് നമ്മൾ സപ്ലൈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, KSEB അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു മെത്തേഡാണ് നമ്മുടെ ഫേസ് സെലക്ടർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വീടുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ എപ്പോഴാണ് 1-2 ഫേസ് ഇല്ലാതിരിക്കുന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും ഫേസുകൾ പോവാം. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഫേസ് സെലക്ടർ DBക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കണം എന്ന് KSEB നിർദ്ദേശിക്കുന്നെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻപുട്ട് കേബിൾ എന്ന് പറയുന്നത് മാക്സിമം ലോഡ് ഇൻപുട്ട് കേബിൾ ഇപ്പോൾ നമ്മളിപ്പോൾ 3 ഫേസ് ആണ് ഇടുന്നതെങ്കിലും
നമുക്ക് ഈ ഫുൾ ലോഡ് കപ്പാസിറ്റി താങ്ങാനുള്ള അല്ലെങ്കിൽ ഫുൾ ലോഡ് കറണ്ട് താങ്ങാനുള്ള കേബിള് അല്ലെങ്കിൽ വയറ് ആയിരിക്കണം ഓരോ ഫേസിനും ഇടേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 1-2 ഫേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളല്ല, ഇലക്ട്രീഷ്യന്മാരല്ല ചെയ്യുന്നത്, ഹൗസ് ഓണേഴ്സ് അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഫേസ് സെലക്ടർ ചേഞ്ച് ചെയ്തിട്ട് ഒറ്റ ഫേസിലാക്കും ഇതെല്ലാം അല്ലേ. അപ്പോൾ അത്രയും കറണ്ട് താങ്ങാൻ ശേഷിക്കായിരിക്കണം നമ്മുടെ ഓരോ ഫേസിൻ്റെയും മീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ കട്ടൗട്ടർ മുതൽ അല്ലെങ്കിൽ എനർജി മീറ്റർ മുതൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ ഇടുന്ന കേബിള് അല്ലെങ്കിൽ വയറ് ഈ ഫുൾ ലോഡ് കറണ്ട് താങ്ങാൻ ശേഷിയുള്ളതായിരിക്കണം ഓരോ ഫേസിൻ്റെയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന കോപ്പർ അല്ലെങ്കിൽ എർത്ത് വയറാണെങ്കിലും കോപ്പറാണെങ്കിലും ഡി വിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുന്ന കോപ്പർ വയർ ആണെങ്കിലും നമുക്ക് ഈ ഇടുന്ന ഫേസ് വയർ ഏതാണോ അതിന് തുല്യമോ അതിന് മുകളിലോ ഗേജ് ഉള്ളതായിരിക്കണം എർത്ത് വയർ. ഓക്കെ, മനസ്സിലായോ? അതിന് തുല്യമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം. തുല്യമെന്നല്ല, അതിൽ കൂടുതലായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ എന്ന് പറയാം. നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും നല്ല നമ്മൾ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് KCB സപ്ലൈ കിട്ടുന്നു, കട്ടൗട്ടർ കഴിഞ്ഞു മെയിൻ സ്വിച്ച് വഴി അത് നമ്മൾ ഡി ബിയിൽ എത്തിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അല്ലേ. ഇവിടെ നമ്മൾ RCCB കണക്ട് ചെയ്യുന്നത്, RCCB എന്താണെന്നുള്ളത് ഞാൻ പറയാം. RCCB എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഡിവൈസാണ് അല്ലേ. ഈ RCCB നമ്മൾ എപ്പോഴും കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡി ബിക്കകത്താണ് സെറ്റ് ചെയ്യുന്നത്. ഡി ബി എന്ന് പറയുന്നത് നമ്മുടെ വീടിനകത്തായിരിക്കും, ഹാളിലോ മറ്റെവിടെയെങ്കിലും സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യമുള്ളൊരിടത്ത് നമ്മളത് സെറ്റ് ചെയ്യുന്നു. അതിലായിരിക്കും നമ്മൾ ELCB കൊണ്ടുവന്ന് അല്ലെങ്കിൽ RCCB കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റുകളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഷോക്കേറ്റ് അല്ലെങ്കിൽ എർത്ത് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ ഈ മെയിൻ സ്വിച്ചിൻ്റെ കോണ്ടാക്ടറിൻ്റെ അവിടുത്തെ ഇൻസുലേറ്റർ കത്തിപ്പോയിട്ട് മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിലേക്ക് ഫേസ് കയറുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ ഇലക്ട്രീഷ്യന്മാർ ഒരു കാരണവശാലും നമ്മൾ ഈ ഡി ബിയിലേക്ക് അകത്ത് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഒരു കാരണവശാലും മെയിൻ സ്വിച്ചിന് മുന്നിൽ കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നില്ല എന്നത് മറ്റൊരു എടുത്ത് പറയേണ്ടൊരു പറയാൻ പാടില്ലാത്തൊരു സത്യം കൂടാണ്. കാരണം ഒരു കണക്കിന് നമ്മളാണ് ഇലക്ട്രീഷ്യന്മാരാണ് ഈ ഒരു ഹൗസ് ഓണറോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളോ തള്ളയോ സ്ത്രീകളോ ആരോ ആവട്ടെ ഷോക്കേറ്റ് മരിക്കുന്ന ഒരാൾ മരിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അത് ചെയ്ത ഇലക്ട്രീഷ്യനാണ് അവിടുത്തെ പൂർണ്ണ ഉത്തരവാദിത്വം. അവനാണ്, അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ വയറിങ് ചെയ്ത ആളാണ് അതിന് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം ഉള്ള ഒരാൾ. ഓക്കെ, നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതൊരിക്കലും ഒരു ഇലക്ട്രീഷ്യനും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും നമ്മൾ കിടന്ന് മുറവിളി കൂട്ടുന്നത് എന്താ? മെയിൻ സ്വിച്ച് മാറ്റിയിട്ട് ഐസൊലേറ്റർ ഉപയോഗിക്കൂ എന്നാണ് ഇപ്പോഴും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ ഗ്രൂപ്പുകളിലും അല്ലാതെയും ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലരും ചിലപ്പോൾ മുറവിളി കൂട്ടുന്നുണ്ടായിരിക്കും. ഇത് കേട്ടിട്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിലെങ്കിലും പഴിക്കുന്ന പലരും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും പോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് അല്ലേ. നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ വയറിങ്ങിൽ സേഫ്റ്റി ഡിവൈസ് എന്ന് പറയുന്നത് RCCB ആണ് അല്ലേ. RCCB എന്ന് പറയുമ്പോൾ നമ്മൾ സേഫ്റ്റി എപ്പോഴും കൊടുക്കേണ്ടത് എവിടെയാണ്? നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു സെക്യൂരിറ്റി വേണമെങ്കിൽ അത് എവിടെയാണ്? സെക്യൂരിറ്റി എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എവിടെ? വീട്ടിൽ നമുക്കിപ്പോൾ ഒരു സ്ഥാപനമുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കുന്നത് എവിടെ? സ്ഥാപനത്തിനകത്തല്ല ഒരു സെക്യൂരിറ്റിയെ സ്ഥാപിക്കുന്നത് അല്ലേ. സ്ഥാപനത്തിൻ്റെ വാതിലിലാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഗേറ്റിലാണ് അല്ലേ. നമുക്ക് നല്ലൊരു പട്ടിയുണ്ട്, നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു നായയെ വളർത്തുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? രാത്രി കാലങ്ങളിലൊക്കെ, രാത്രി എന്നല്ല, നമുക്ക് സെക്യൂരിറ്റി വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ മറ്റൊരാൾ അതിക്രമിച്ച് കയറാൻ ഫസ്റ്റ് സാധ്യത എവിടെയാണോ നമ്മൾ അവിടെ കിട്ടും. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നന്നായിട്ടറിയാം ഈ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു മെറ്റൽ ബോഡിയിലാണ്.
ഒരു മെറ്റൽ ബോക്സിനകത്തായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ സാധ്യതയാണ് ഈ എർത്തിലേക്ക് അല്ലെങ്കിൽ ആ ബോഡിയിലേക്ക് സപ്ലൈ കടന്നുകൂടാൻ. ഇപ്പോൾ മെയിൻ സ്വിച്ച് വഴി തന്നെ വേണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റൽ ബോഡിയിൽ ഓവർലോഡിങ്ങോ മറ്റോ കാരണത്താൽ ഈ വയറിൻ്റെ ഇൻസുലേഷന് ചൂടാവുകയോ അതിൽ ഉരുകി പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മൾ മെയിൻ സ്വിച്ചിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ തന്നെ ഒരുപാട് നമ്മൾ കാണുന്നതാണല്ലോ ഈ മീറ്ററിൻ്റെ ഭാഗത്ത് തന്നെ ലീക്കേജ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്നാലും എന്ത് ചെയ്യും, അകത്തുള്ള ഹോം അപ്ലയൻസസിൻ്റെ എല്ലാ ബോഡിയിലും അല്ലെങ്കിൽ DBയുടെ ബോഡിയിലും എർത്തിങ്ങിലും എല്ലാം സപ്ലൈ വരും അല്ലേ. അതൊരു വലിയ അപകടത്തിന് കാരണമാവും. അത് വീട്ടുകാരറിയുന്നില്ല, നമ്മളെ വിശ്വസിച്ചാണ് അവർ വയറിങ് ഏൽപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നമ്മൾ മെയിൻ സ്വിച്ച് നല്ലൊരു വർക്കിംഗ്, അവർ മെയിൻ സ്വിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്, മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ്, അത് നമുക്ക് കാണാൻ കഴിയണം എന്നാണ് അവർ പറയുന്നത്. ഇത് KSEB പറയുന്നത് അതാണ്. പക്ഷേ അതൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ നമ്മുടെ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. ഇനിയും ആ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത് KSEB അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും കഴിവതും നമ്മൾ ആ ഒരു മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് കാണാൻ പറ്റണം എന്ന് അവർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും, മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിത് ഓഫായിരിക്കുന്നത് അതിൻ്റെ ലീഡുകൾ വിട്ട് നിൽക്കുന്നത് കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ഐസൊലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അപകട സാധ്യത വളരെ കുറയും എന്ന് ഞാനും അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു പ്രധാന കാരണം കൂടാണ് ഈ കട്ടൗട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ RCC ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ വീട് പണി ഏൽപ്പിക്കുന്നവരെ അതിൻ്റെ കാരണം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ RCCB കട്ടൗട്ടറിന് ശേഷം സ്ഥാപിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഒരു കടമയായിട്ട് തന്നെ എടുക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യുന്ന വർക്കുകളിൽ അല്ലെങ്കിൽ ഹൗസ് വയറിങ്ങോ ഏത് സ്ഥാപനത്തിലോ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന വർക്കുകളിൽ കൂടുതൽ സേഫ്റ്റി നിങ്ങൾ ഉറപ്പുവരുത്തി എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കട്ടൗട്ടറിന് ശേഷം RCCB കൊടുക്കുന്ന ആ രീതി പിന്തുടരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. DBയിൽ നിന്നും RCCB കട്ടൗട്ടർ കഴിഞ്ഞ് കൊണ്ടുവയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ മനസ്സ് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അതാണ് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. സേഫ്റ്റി ഫസ്റ്റ്. എവിടെയാണോ നമുക്ക് സെക്യൂരിറ്റി ആവശ്യം വരുന്നത് അല്ലെങ്കിൽ എവിടെ മുതലാണോ നമുക്ക് സെക്യൂരിറ്റി വേണ്ടത് അവിടെയാണ് നമുക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടത്. അത് മാത്രം മനസ്സിലാക്കുക വയറിങ് ചെയ്യുന്ന സമയങ്ങളിൽ. ഓക്കെ. പിന്നീട് നമ്മുടെ ഒരു സേഫ്റ്റി ഡിവൈസാണ് RCCB അല്ലേ. സേഫ്റ്റി ഡിവൈസാണ് അത്. സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് ഡബിൾ പോള് RCCB ഉണ്ട് അല്ലേ. സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് ഡബിൾ പോള് RCCB ഉണ്ട്. RCCB എന്ന് വെച്ചാൽ എന്താ, റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണല്ലേ, സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് കാണുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ്. അതിനെപ്പറ്റി പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒരുവിധ ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി നന്നായിട്ടറിയാം. നമുക്ക് 3 ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 4 പോള്, അതായത് 3 ഫേസും ന്യൂട്രലും കൂടെ വരുന്ന 4 പോള് RCCB ആണ് ഉപയോഗിക്കുന്നത് 3 ഫേസിന് വേണ്ടിയിട്ട്. സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് 2 പോള് ഫേസും ന്യൂട്രലിനും വേണ്ടിയിട്ട്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എപ്പോഴും പ്രതിപാദിക്കുന്നത് 30 മില്ലി ആംസ് അല്ലേ. നമ്മൾ കാണുന്നില്ലേ, 30 മില്ലി ആംപിയർ, 100 മില്ലി ആംസ്, 300 മില്ലി ആംസ് അല്ലേ. ഇതിപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇതിൽ സത്യസന്ധമായിട്ട് എത്ര പേർക്ക് അറിയാം എന്തിനാണ് 30 മില്ലി ആംസ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് 100 മില്ലി ആംസ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് 300 മില്ലി ആംസ് ഉപയോഗിക്കുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പറയാം വീടുകൾക്ക് 30 മില്ലി ആംപിയർ, മറ്റ് ആവശ്യങ്ങൾക്ക് 100 മില്ലി ആംപിയർ, മെഷീനൊക്കെ 100 മില്ലി ആംപിയർ എന്ന് പറയും. ശരിക്കും അത് നമ്മൾ അറിഞ്ഞ് ഉപയോഗിക്കുക എന്നുള്ളതൊരു ഇലക്ട്രീഷ്യൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് പറയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്കുന്ന ഷോക്ക് മരണകാരണമാകുന്നത് 40 മില്ലി ആംപിയറാണ്. ഓക്കെ. 40 മില്ലി ആംപിയർ കറണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മരണകാരണമാകുന്നത്. അപ്പോൾ അതിന് താഴോട്ടുള്ള ഷോക്കുകൾ മനുഷ്യന് പ്രശ്നം ഇല്ലയെന്നല്ല, പല പല പ്രശ്നങ്ങളുണ്ടാക്കാം. ഹാർട്ട് പേഷ്യൻറ്റിനൊക്കെ അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാം. മസിലിനും ഹാർട്ടിനൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. നെർവസ് സിസ്റ്റത്തിലേക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ മരണകാരണമാകാവുന്നത് 40 മില്ലി ആംപിയർ ആയതുകൊണ്ടാണ് നമ്മുടെ റെസിഡൻസ്, അതേപോലെ പിന്നെ ഡൊമസ്റ്റിക് പർപ്പസുകൾ,
ഇൻഡസ്ട്രിയൽ അല്ലാത്ത മേഖലകളിൽ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലകളിൽ 30 മില്ലി ആംസിൻ്റെ സെൻസിറ്റിവിറ്റിയുള്ള ട്രിപ്പിംഗ് കറണ്ടുള്ള RCCB ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഷോക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് ഒരു മരണകാരണത്തിലേക്ക് പോകത്തില്ല. അത് മില്ലി സെക്കൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു സമയത്ത് ഇതിൽ തന്നെ ട്രിപ്പാവുകയും ചെയ്യും. നമുക്ക് ചെറിയൊരു പെരുപ്പ് മാത്രമേ അടിക്കുന്നുള്ളൂ. ഓക്കെ, അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. എന്നാൽ നമുക്കൊരു ഇപ്പോൾ ഒരു 30 മില്ലി ആംബിയറിന് താഴെയുള്ള ഒരു ഷോക്കാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും. അത് ട്രിപ്പായില്ലെങ്കിൽ പോലും നമ്മളെ ഒരാൾക്ക് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു പോകാനോ ചിലപ്പോൾ കഴിയും എന്ന് കരുതുന്നു എന്നല്ല, അങ്ങനെ ആണ്. കാരണം നമ്മളതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു 30 മില്ലി ആംബിയറിനൊക്കെ മുകളിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വീടുകൾക്ക് സ്ഥാപിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, മോട്ടോർ ട്രിപ്പായി പോകുന്നു അല്ലെങ്കിൽ മോട്ടോർ ഡംബുകൾ ട്രിപ്പായി പോകുന്നു, എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അടുത്ത ഉടനെ പറയുന്നതാണ് 30 മില്ലി ആംബിയർ മാറിയിട്ട് 100 മില്ലി ആംബിയറിൻ്റെ RCCB വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഹോം അപ്ലയൻസസുകളും നമ്മൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസസൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലീക്കേജ് കറണ്ട് വളരെ കുറവായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഉപകരണത്തിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് മൈക്രോ ആംബിയറിലോ മില്ലി ആംബിയറിലോ വളരെ 0.5 മില്ലി ആംബിയർ, 0.25 മില്ലി ആംബിയർ അത്രയൊക്കെ ആകാൻ പാടുള്ളൂ എന്ന് ഓരോ സ്റ്റാൻഡേർഡിനും അനുസരിച്ചിട്ട് നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഹോം അപ്ലയൻസുകളിൽ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ വരുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ 30 മില്ലി ആംബിയർ ട്രിപ്പിംഗ് കറണ്ട് ഉള്ളത് തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്, നമ്മൾ വീടുകളിലൊക്കെ നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ ഒരു സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടാതിരിക്കാം എന്നുള്ള ഒരു മുൻവിധിയോട് കൂടെയല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? നമ്മൾ നോർമൽ രീതിയിലാണ് നമ്മൾ സാധാരണ. ചിലപ്പോൾ ചെരുപ്പ് ഇടണമെന്നില്ല, അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊരു ഉപകരണത്തിൽ തൊടണമെന്നില്ല. അങ്ങനെ പല നമുക്ക് അവിടെ ഒരു നിയന്ത്രണങ്ങളില്ല, നമുക്ക് പേടിയില്ല. ഓരോ ഉപകരണം തൊടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴും സ്വിച്ച് ഇടുമ്പോഴും ലൈറ്റ് മാറുമ്പോഴും ഒന്നും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഫാൻ ഓൺ ചെയ്യുമ്പോഴോ ഒരു ടേബിൾ ഫാനിൽ ചെന്ന് തൊടുമ്പോഴോ ഒന്നും നമ്മളൊരു ടെസ്റ്റ് വെച്ച് നോക്കിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളൊരു നോർമൽ രീതിയിലാണ്. അപ്പോൾ അവിടെ ഒരു ലീക്കേജ് കറണ്ടിനൊരു സാധ്യത വന്നാൽ, നമുക്കൊരു ഷോക്ക് കിട്ടാനുള്ളൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അപകടകരമായ ഒരു ഷോക്ക് അല്ലെങ്കിൽ നമ്മുടെ മരണകാരണമായ ഒരു ഷോക്ക് നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 30 മില്ലി ആംസിൻ്റെ RCCB തന്നെ ഉപയോഗിക്കണമെന്ന് അവിടെ പ്രത്യേകം പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് 30 മില്ലി ആംബിയറിന് മുകളിലുള്ള 100 മില്ലി ആംബിയർ, 300 മില്ലി ആംബിയർ RCCB ഒക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ സേഫ്റ്റിയോട് കൂടി വേണം അതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അല്ലേ? ഇപ്പോൾ ഒരു വെൽഡിംഗ് മെഷീൻ ആയാലും മറ്റ് എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ സേഫ്റ്റി ഷൂ ഉപയോഗിക്കണം, ഗ്ലൗസ് ഉപയോഗിക്കണം. നമുക്ക് വേണ്ടുന്ന സേഫ്റ്റി എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാൻ. പിന്നെ വരുന്ന ഓരോ വലിയ മെഷീനുകൾ, ഇൻഡസ്ട്രിയൽ പർപ്പസിൽ വരുന്ന ഓരോ മെഷീനുകളൊക്കെ വരുമ്പോഴത്തേക്ക് ആ മെഷീൻ്റെ എല്ലാം ലീക്കേജ് കറണ്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. അനുവദനീയമായിട്ടുള്ള ലീക്കേജ് കറണ്ട് കൂടുതലായിരിക്കും, വൈൻഡിങ്ങുകളൊക്കെ കൂടുതൽ വരും. അങ്ങനെ വരുമ്പോൾ ലീക്കേജ് കറണ്ട് കൂടാനുള്ളൊരു സാധ്യത അതിനുണ്ട്. അത് അനുവദനീയമാണ്. ലീക്കേജ് കറണ്ട് ഇത്രത്തോളം വരാമെന്ന് അനുവദനീയമാണ്. അത് ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അതിനകത്ത് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ 30 മില്ലി ആംബിയറിൻ്റെ RCCB നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല, വേഗം ട്രിപ്പായി പോകും. അതിനാണ് നമ്മൾ 100 മില്ലി ആംബിയർ, 300 മില്ലി ആംബിയർ അങ്ങനെയുള്ള നമ്മളവിടെ ആ ഒരു ഹ്യൂമൻ സേഫ്റ്റി നമ്മളാണ് അവിടെ സേഫ്റ്റി എടുക്കേണ്ടത്. മറ്റ് മെഷീൻ്റെ ആ ഒരു പ്രവർത്തനം കൂടെ വരുമ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ, ഈ സേഫ്റ്റിയും വേണം, മെഷീൻ്റെ പ്രവർത്തനവും സുഗമമായി നടക്കണം. ഇതിനെ രണ്ടിനെയും കൂടെ ഏകോപിപ്പിച്ച് പോകുമ്പോൾ ആണ് നമ്മൾ 100 മില്ലി ആംബിയറിൻ്റെ വേണോ 300 മില്ലി ആംബിയറിൻ്റെ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ RCCB എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മളത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സേഫ്റ്റി ഡിവൈസാണ് നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായതും
നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഡിവൈസ് RCCB തന്നെയാണ് അല്ലേ. ഓക്കെ, അടുത്തത് സേഫ്റ്റി ഓഫ് ഇലക്ട്രീഷ്യൻ. നമ്മൾ സേഫ്റ്റി ഓഫ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ഞാനിത് 1-2 സൈറ്റുകളുടെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. 1-2 സൈറ്റുകളല്ല, ഞാൻ ഒരുപാട് സൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സൈറ്റുകളല്ല, പൊതുവേ എൻ്റെ സൈറ്റുകളിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അത് അവസാനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലീഡ് ടെസ്റ്റ് ചെയ്യും. ലീഡ് ടെസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹൗസ് വയറിങ്ങിൻ്റെ തന്നെ നോക്കാം. ഹൗസ് വയറിങ്ങിൽ നമ്മൾ ആ വയറെല്ലാം പുള്ളി ചെയ്തിടും, വയറെല്ലാം വലിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് ഏതൊക്കെ വയറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ മാർക്ക് ചെയ്ത് വലിക്കും അല്ലേ. ചിലർ മാർക്ക് ചെയ്യും, വയർ വലിക്കുന്ന സമയത്ത് തന്നെ മാർക്ക് ചെയ്യും. ചിലർ മാർക്ക് ചെയ്യില്ല. ചിലർ മാർക്ക് ചെയ്യാതെ കൊണ്ട് ആ വയറെല്ലാം വലിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ലീഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, തിരിച്ചറിയാനായിട്ട് അതിൽ ഒന്നുകിൽ എന്ത് ചെയ്യും, മൾട്ടിമീറ്റർ വെച്ചിട്ട് ലീഡുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലേ, വയർ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് ചെയ്യും. മറ്റുള്ളവർ എന്തെങ്കിലും കണ്ടിന്യൂറ്റി ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കും. സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ഇലക്ട്രീഷ്യന്മാരുടെ ഇടയിൽ കാണുന്ന ഒരു പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് ഈ ലീഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് സപ്ലൈ അതിൽ പിടിച്ചു കൊടുത്തിട്ട് ഒരു ഫേസിനകത്ത് ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഏത് വയറാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ തുമ്പിലെ സ്ലീവ് കളഞ്ഞിട്ട് അതിലോട്ട് മുട്ടിച്ച് വെച്ചിട്ട് ഒരാൾ അപ്പുറത്തെ വയറുകളിലെല്ലാം തുമ്പത്ത് കൊണ്ടുവന്ന് ടെസ്റ്റർ കുത്തി വെച്ച് നോക്കും അല്ലേ. നമ്മൾ ഇലക്ട്രീഷ്യന്മാരാണ്, നമ്മൾ ടെക്നിക്കലി എല്ലാം നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് ഈ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലോ ഒരു വീട്ടിലൊക്കെ ആയിരിക്കാം. അവിടെ ചിലപ്പോൾ 10, 20, 30 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരൊക്കെ പല സ്ഥലങ്ങളിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഈ ബിൽഡിങ്ങിന് മുകളിലൊക്കെ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന വയർ അത് എവിടെ കിടക്കുന്നോ ഏതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നോ ഒന്നും അറിയില്ല അല്ലേ. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സപ്ലൈ, നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ ഉദ്ദേശിച്ച് പറയുകയല്ല, നമ്മുടെ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് പറയുകയല്ല, നിങ്ങളെന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ സപ്ലൈ അതിനകത്ത് കൊടുത്തു നോക്കുകയും മറ്റൊരറ്റത്ത് നിന്ന് ടെസ്റ്റ് വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്ത് നോട്ടിൽ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ടച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ലീഡ് മറ്റെവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാനും അല്ലെങ്കിൽ ഒരുപാട് ഉയരത്തിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഷോക്കേറ്റ് താഴെ വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഞാൻ പല സൈറ്റുകളിലും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴും കാണുന്നതാണ്. പക്ഷേ നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ ചെയ്യാറില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരോട് ഞാനത് മുൻകൂട്ടി തന്നെ പറഞ്ഞ് ചെയ്യിക്കുന്നതുകൊണ്ട് ചെയ്യാറില്ല. മറ്റ് സൈറ്റുകളിലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ലൈറ്റിനിങ് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അവരെ കളിയാക്കുന്നതിന് തുല്യമൊക്കെ ആകുന്നതുകൊണ്ട് നമ്മൾ പറയാറില്ല. എങ്കിലും നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കഴിവതും നിങ്ങൾ അങ്ങനെ ലീഡുകൾ കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്ററോ തന്നെ ഉപയോഗിക്കുക. ഓക്കെ. പിന്നീട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എർത്തിങ്ങിനെ പറ്റിയാണ്. ഈ എന്തുകൊണ്ട് എർത്തിങ്ങിനെ പറ്റി നമുക്കൊരു ക്ലാസ് നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാം. ഓക്കെ. അങ്ങനെ വരുമ്പോഴും എർത്തിങ് നമ്മൾ ചെയ്യേണ്ട എൻ്റെ ഒരു പ്രാധാന്യം എപ്പോഴാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ഈ അവസാനമായിട്ട് നടന്നിട്ടുള്ള ഇലക്ട്രീഷ്യന്മാർ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുള്ള അപകടങ്ങൾ നോക്കുമ്പോൾ അതിൽ ലാസ്റ്റ് എനിക്ക് പറയാൻ പറ്റുന്നത് 3 മരണങ്ങളാണ്. ഈ 3 മരണങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് അവർ എർത്തിങ് ചെയ്യുന്ന സമയത്ത് ഷോക്കേറ്റ് മരിച്ചവരാണ്. ഈ 3 പേരും എർത്തിങ് ചെയ്യുന്ന സമയത്താണ് ഷോക്കേറ്റ് മരിച്ചത്. വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് അവർ എർത്ത് പിറ്റുണ്ടാക്കി എർത്തിന് കുഴിയെടുത്തു, അല്ലെങ്കിൽ എർത്ത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റ് മരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഷോക്കേറ്റ് മരിച്ചു എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ്, വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മെയിൻ സ്വിച്ചും ഫിറ്റ് ചെയ്ത് സ്വിച്ച് ബോർഡുകളെല്ലാം ഫിറ്റ് ചെയ്ത് ലൈറ്റും ഫിറ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മൾ ടെമ്പററി കണക്ഷനാണ് ഉള്ളതെങ്കിൽ, കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഉള്ളതെങ്കിൽ അതിൽ നിന്നും നേരെ സപ്ലൈ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മെയിൻ സ്വിച്ചിലും കണക്ട് ചെയ്യും. അപ്പോഴും അവിടെ എർത്തിങ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ.
എർത്തിങ് ചെയ്യാതെ കൊണ്ട് ഇതെല്ലാം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ നിലവിൽ ഇതിൽ നിന്ന് ഈ വീട്ടിലെ സപ്ലൈയിൽ നിന്നായിരിക്കും മറ്റ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ആയാലും പിന്നെ എന്താണ് നമ്മുടെ കാർപ്പൻ്റർമാരുടെ ആയാലും ടൈൽ വർക്കായാലും എല്ലാം ഇതിൽ നിന്ന് തന്നെയായിരിക്കും നടക്കുന്നത്. ഈ വീട്ടിലെ സപ്ലൈ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്താണ് അവസാനം വന്നിട്ടായിരിക്കും നമ്മൾ എർത്തിങ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ നേരെ എന്ത് ചെയ്യും, ഒരാളെ എർത്ത് ചെയ്യാൻ പറഞ്ഞു വിടും. നീ പോയി കുഴി എടുക്കൂ, അല്ലെങ്കിൽ അവിടെ ചെന്ന് എർത്തിങ് ചെയ്യും എന്ന് പറഞ്ഞു വിടും. ഈ ചെയ്യുന്ന സമയത്ത് ഈ അവസാനം സംഭവിച്ച ഇൻസിഡൻ്റാണ് പറയുന്നത്. അവസാനം ഞാൻ സൈറ്റിൽ കണ്ടതാണ്. എർത്തിങ് കുഴിയെടുത്തതിന് ശേഷം എർത്ത് റോഡ് കുഴിയിൽ അടിച്ചു വെച്ചു. ഈ കോപ്പർ എടുത്ത് ചുറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അയാൾക്ക് ഷോക്ക് വെക്കുകയും അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. സംഭവം അവിടെ ഒരു 10 ജോലിക്കാരോളം ഉണ്ടെങ്കിൽ പോലും അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ശ്രദ്ധിക്കുന്ന സമയത്ത് ആൾക്ക് മരണത്തിനടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇതിനു മുമ്പ് കൊല്ലം ജില്ലയിൽ സംഭവിച്ച മരണത്തിലും ഇലക്ട്രീഷ്യൻ കോപ്പർ നമ്മുടെ കോണ്ടിയൂട്ട് അടിച്ചിരുന്നു. മെയിൻ സ്വിച്ചിൻ്റെ ബോക്സിൽ നിന്ന്, മീറ്റർ ബോക്സിൽ നിന്ന് താഴേക്ക് കോണ്ടിയൂട്ട് അടിച്ചിരുന്നു. ഇതിൽ താഴെ നിന്ന് മുകളിലേക്ക് എർത്ത് കോപ്പർ കുത്തി കയറ്റുന്നതിനിടയ്ക്ക് അത് മുകളിൽ വന്ന് കട്ടൗട്ട് ഫ്യൂസിൽ തട്ടിയിട്ടാണ് ഷോക്കേറ്റ് മരിച്ചത്. അതുപോലെ മറ്റൊരു ആക്സിഡൻറ്റിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. എർത്ത് കോപ്പറിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഇലക്ട്രിക്കലി ചാർജ് ചെയ്യാൻ പാടില്ല. ഒരു വയറിങ് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ ചാർജ് ചെയ്യാൻ പാടില്ല. അത് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മളത് കാണുന്നത്. കാരണം നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത്, സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്ത് കറണ്ട് ബൾബ് ഇട്ട ഉടനെ സപ്ലൈ പിടിച്ചു കൊടുത്ത് അതിനകത്ത് വെട്ടം കാണിക്കുക, അത് വീട്ടുകാർ വന്ന് കാണുക, നമ്മുടെ അല്ലെങ്കിൽ ഹൗസ് ഓണേഴ്സോ അല്ലെങ്കിൽ മറ്റ് വർക്ക് ചെയ്യുന്നവരെയൊക്കെ കാണുക, നമുക്കൊരു അഭിമാനമാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എർത്തിങ്ങും കാര്യങ്ങളും അവിടെ കിടക്കുന്നതും അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ എർത്തിങ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എർത്തിങ് ചെയ്യാതെ ഒരു അതവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ രണ്ടാമത് നിന്ന് എർത്ത് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ സ്വിച്ചിലോ അല്ലെങ്കിൽ മറ്റു സ്വിച്ച് ബോർഡിനകത്തോ എവിടെയെങ്കിലും ഒരു പല്ലി കയറിയിരുന്ന് എർത്തുമായിട്ട് ടച്ച് ചെയ്തിരുന്നാലും മതി, എന്ത് ചെയ്യും, നമ്മൾ ഈ കോപ്പറിനകത്ത് തൊടുമ്പോൾ ഷോക്കേറ്റ് മരിക്കും. അത് 100% ഉറപ്പാണ്. നമുക്ക് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നോ നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോൾ കഴിവതും വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഇത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ ആദ്യം നിങ്ങൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും സപ്ലൈ അല്ലെങ്കിൽ ഫേസ് വയർ കൊണ്ടുവന്ന് വയറിനകത്ത് മുട്ടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്ററോ ഉപയോഗിച്ച് മാത്രം വർക്കുകൾ ചെയ്യുക. വർക്കെല്ലാം പൂർണ്ണമാണ്, എർത്തിങ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്ന് ഉറപ്പായതിന് ശേഷം മറ്റാരും നമ്മൾ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാരും വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റ് വർക്കുകളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചാർജിങ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ വർക്കിൽ മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ, ഹൗസ് വയറിങ്ങും അതുപോലുള്ള ചെറിയ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിനിടയ്ക്ക് ഇങ്ങനെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും ഈ രീതിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഈ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കും. 10-20 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരോടെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അവരോട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർ ചെയ്തു വരുന്ന രീതി ഒറ്റ ദിവസം കൊണ്ട് മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും വർഷം ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെയാണോ എന്നുള്ള ചിന്താഗതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക് യു. നമസ്കാരം, ഞാൻ ബിജു അർജുൻ.